ആക്ടിവിറ്റി ബുക്കിലെ സെക്കൻഡ് യൂണിറ്റ് വാക്ക് ആൻഡ് വാക്കിലെ ആക്ടിവിറ്റീസ് നോക്കാം. അതിൽ വർക്ക്ഷീറ്റ് 7 എടുക്കുക. പേജ് നമ്പർ 18. ഡോണ്ട് യു സീ ദ ഫ്ലവർ ആൻഡ് ദ ബട്ടർഫ്ലൈ? നിങ്ങൾ ഫ്ലവറും ബട്ടർഫ്ലൈയും കണ്ടില്ലേ? പൂവും അതുപോലെ തന്നെ പൂമ്പാറ്റയും കണ്ടില്ലേ? കൗണ്ട് ദ പെറ്റൽസ് ഓഫ് ദ ഫ്ലവർ, കളർ ദ നമ്പർ ആൻഡ് ദ പെറ്റൽസ്. പെറ്റൽസ് ഓഫ് ദ ഫ്ലവർ എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ ഇതളുകൾ എന്ത് ചെയ്യുക, ചെയ്യേണ്ടത് കൗണ്ട് ചെയ്യുക. അതുപോലെ തന്നെ എത്ര പെറ്റൽസ് ഉണ്ടോ ആ നമ്പറിനും ഈ പെറ്റൽസിനും കളർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഫ്ലവർ നോക്കുക, ഫ്ലവറിന് എത്ര പെറ്റൽസ് ഉണ്ട് നോക്കൂ, കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 5 6 7 അല്ലേ? എന്ത് ചെയ്യുക, 7നും കളർ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഫ്ലവറിൻ്റെ പെറ്റൽസിനും കളർ കൊടുക്കുക. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ഡു ദ സെയിം വിത്ത് ദ ബട്ടർഫ്ലൈ. ഇതന്നെ ബട്ടർഫ്ലൈനും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ടർഫ്ലൈന് എത്ര ചിറകുകളുണ്ട് നോക്കൂ, 1 2 3 4 അല്ലേ? 4 പാർട്ടായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ ബട്ടർഫ്ലൈന് കളർ കൊടുക്കുക, അതുപോലെ തന്നെ 4 എന്ന നമ്പറിനും കളർ കൊടുക്കുക. വർക്ക്ഷീറ്റ് 8. സെറ്റ് ഓഫ് ഹാറ്റ്. ദ ഹാറ്റ് സെല്ലർ സ്റ്റാർട്ടഡ് ഹിസ് ജേർണി വിത്ത് 7 ഹാറ്റ്സ്. ഹാറ്റ് സെല്ലർ 7 തൊപ്പികളുമായിട്ട് യാത്ര ആരംഭിച്ചു. ഹൗ മെനി ഹാറ്റ്സ് ക്യാൻ ബി ഇൻ ഈച്ച് ഹാൻഡ് ടു മേക്ക് എ ടോട്ടൽ ഓഫ് 7? 2 കൈകളിലായിട്ട് ഈ 7 തൊപ്പികൾ ആയിട്ടാണ് യാത്ര പോയിരിക്കുന്നത്. അപ്പോൾ ഓരോ കൈകളിലും എത്ര തൊപ്പികൾ വീതം ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്രോ ആൻഡ് മാച്ച്. അത് വരച്ച് യോജിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കി നോക്കൂ, ഫസ്റ്റ് എത്ര തൊപ്പികളാണ്? 4 ഹാറ്റ്സ് അല്ലേ? അപ്പോൾ ഇനി 7 തൊപ്പികളാവാൻ വേണ്ടിയിട്ട് എത്ര ഹാറ്റ്സും കൂടി വേണം? 4 കഴിഞ്ഞാൽ 5 6 7 എത്രയാ? 3 അല്ലേ? അപ്പോൾ ആ 3 ഹാറ്റ്സിലോട്ട് വരച്ച് യോജിപ്പിക്കുക. അടുത്തത് നോക്കൂ, 5 ഹാറ്റ്സ് ആണ്. ഇനി എത്ര വേണം 7 ആവാനായിട്ട്? 5 കഴിഞ്ഞാൽ 6 7 2 അല്ലേ? 2ലോട്ട് വരച്ച് യോജിപ്പിക്കുക. നെക്സ്റ്റ് തന്നിരിക്കുന്നത് നോക്കൂ, 1 ഹാറ്റാണ്. അപ്പോൾ ഇനി എത്ര ഹാറ്റ്സ് വേണം 7 ആവാനായിട്ട്? 6 അല്ലേ? അപ്പോൾ 6ലോട്ട് വരച്ച് യോജിപ്പിക്കുക. നെക്സ്റ്റ് 3 ഹാറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര ഹാറ്റ്സ് ഉണ്ടായിരിക്കുക? 3 ഹാറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ 7 ആവണമെങ്കിൽ എത്ര ഹാറ്റ്സും കൂടി വേണം? 4 അല്ലേ? അപ്പോൾ 4 ഹാറ്റ്സിലോട്ട് വരച്ച് യോജിപ്പിക്കുക. റൈറ്റ് ഡൗൺ ദി മാച്ചിങ് നമ്പേഴ്സ്. മാച്ച് ചെയ്ത നമ്പേഴ്സ് ചോട്ടിലെടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ എങ്ങനെയായിരുന്നു, 4 ഹാറ്റ്സും 3 ഹാറ്റ്സും കൂടിയും വന്നപ്പോഴല്ലേ 7 ഹാറ്റ്സ് കിട്ടിയത്. അപ്പോൾ അത് ചോട്ടിലെടുത്ത് എഴുതി അവർ കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ എന്ത് എഴുതുക, 5 ഹാറ്റ്സും 2 ഹാറ്റ്സും വന്നപ്പോഴല്ലേ 7 ആയത്. അപ്പോൾ 5 2 7 എന്ന് അവിടെ കാണിക്കുക. നെക്സ്റ്റ് നമ്മൾ എഴുതുക, നമുക്ക് 7 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് അടുത്ത ഇതെങ്ങനെയാണ്, 1 ഹാറ്റും ഇനി എന്താണ് 6 ഹാറ്റ്സും കൂടിയല്ലേ. അപ്പോൾ 1ഉം 6ഉം എന്നുള്ളത് അവിടെ എഴുതുക. നെക്സ്റ്റ് എന്താണ് 7 എന്ന് എഴുതുക. 3 ഹാറ്റ്സും 4 ഹാറ്റ്സും കൂടിയും ചേർന്നാലല്ലേ 7 എന്ന് വരുന്നത്. അപ്പോൾ 3 എന്നും 4 എന്നും എടുത്ത് എഴുതുക. പേജ് നമ്പർ 20 വർക്ക്ഷീറ്റ് 9. ഡ്രോ പെറ്റൽസ്. ഇതളുകൾ വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. സീ ദ നമ്പേഴ്സ്. മേക്ക് ആൻഡ് കളർ ദി പെറ്റൽസ് ബൈ ഡിപ്പിംഗ് യുവർ ഫിംഗർ ടിപ്സ് ഇൻ പെയിൻറ്റ്. ഇതിൽ ഓരോന്നിലും നമ്പേഴ്സ് നോക്കിയിട്ട് നിങ്ങളുടെ ഫിംഗർ ടിപ്സ്, അതായത് നിങ്ങളുടെ വിരലിൻ്റെ തുമ്പ് ഒരു പെയിൻറ്റിൽ മുക്കിയിട്ട് എത്രയാണോ നമ്പർ അത്രയും പെറ്റൽസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് കളറാണോ ഇവിടെ കൊടുത്തിരിക്കുന്നത്, നമ്പേഴ്സിനൊക്കെ ഓരോ കളറുണ്ട്, ആ കളറിലെ പെയിൻറ്റിൽ വേണം നിങ്ങളുടെ ഫിംഗർ ടിപ്സ് മുക്കാനായിട്ട്. എന്നിട്ട് അത്രയും പെറ്റൽസ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് 7 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പെറ്റൽസ് നമുക്കവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫിംഗർ ടിപ്സ് ആ കളർ പെയിൻറ്റിൽ മുക്കിയിട്ട് അതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കളർ ചെയ്യുക. നെക്സ്റ്റ് നോക്കൂ, 9 എന്ന നമ്പർ തന്നിട്ടുണ്ട്. ബ്ലൂ ആണല്ലേ കളറ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിംഗർ ടിപ്സ് ബ്ലൂ പെയിൻറ്റിൽ മുക്കിയിട്ട് എന്ത് ചെയ്യണം, 9 പെറ്റൽസ് വരയ്ക്കണം. പക്ഷേ ഇവിടെ ഓൾറെഡി ഒരു പെറ്റൽ നമുക്ക് തന്നിട്ടുണ്ട്, വരച്ച് തന്നിരിക്കണം. അപ്പോൾ ഇനി ബാക്കി എത്ര വരയ്ക്കണം? 8 പെറ്റൽസ് വരച്ചാൽ മതി. 8ഉം 1ഉം കൂടിയല്ലേ ചേർന്നാലല്ലേ 9 വരിക. അപ്പോൾ അങ്ങനെ ഓക്കെ. അതുപോലെ 5ൻ്റെ ചെയ്യാം, അതുപോലെ 8ൻ്റെയും 6ൻ്റെയും ചെയ്യാം. പേജ് നമ്പർ 21 എടുക്കുക. വർക്ക്ഷീറ്റ് 10. ലെറ്റ്സ് റൈറ്റ്. ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ. കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് ഫിംഗേഴ്സ് റേസ്ഡ് ഇൻ ഈച്ച് പിക്ചർ. എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ചോട്ടിൽ കണ്ടോ കുറച്ച് പിക്ചേഴ്സ് തന്നിരിക്കുന്നത്, അതിലേക്കൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ കണ്ടോ വിരലുകൾ പൊക്കി കാണിച്ചിരിക്കുന്നത്, അത് എത്ര വിരലുകളാണ് പൊക്കി കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട് എത്ര നമ്പറാണെന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എങ്ങനെയാണ്, എത്ര വിരലുകളാണ് പൊക്കി കാണിച്ചിരിക്കുന്നത്? 3 അല്ലേ? അപ്പോൾ 3 എന്ന് നമ്പർ എഴുതുക.
നെക്സ്റ്റ് നോക്കൂ 5 ഫിംഗേഴ്സ് ഉണ്ട്, പിന്നെ ഒരു 4ഉം അല്ലേ. അപ്പോൾ എത്രയാ 9 അല്ലേ, 9 എന്ന് എഴുതുക. നെക്സ്റ്റ് നോക്കൂ ആകെ 1 കണ്ടോ, അപ്പോൾ 1 എന്ന് എഴുതുക. നെക്സ്റ്റ് നോക്കൂ 4 അല്ലേ, കൗണ്ട് ചെയ്യണം കേട്ടോ, 4 എന്ന് എഴുതുക. നെക്സ്റ്റ് 6 എന്ന് എഴുതുക. നെക്സ്റ്റ് 2, നെക്സ്റ്റ് എത്രയാ 8, നെക്സ്റ്റ് എത്രയാ 5, നെക്സ്റ്റ് എത്രയാ 7. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ലെറ്റ്സ് റൈറ്റ് ദ എബവ് നമ്പേഴ്സ് ഇൻ ഓർഡർ. ഓർഡറിൽ മുകളിൽ എഴുതിയ നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എത്രയാണ് വരിക, എങ്ങനെ വരിക, ഓർഡറിൽ എഴുതുക എന്ന് പറഞ്ഞാൽ 1, പിന്നെ 2, then 3, then 4, 5, then 6, then 7, then 8, 9 ഇങ്ങനെ എഴുതുക. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ ക്ലാസ്സസ് ഇഷ്ടമാവുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ഒന്ന് വേണേ. ഓക്കെ, താങ്ക് യു.